ഞാൻ നമ്മളെ ചാനലിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് സഹദേവൻ വടകരയാണ്. ഞാൻ ഒരു 35 വർഷത്തിലധികം സിനിമാ ഫീൽഡിൽ വന്നിട്ട് ആദ്യം തന്നെ വിജയം പെരിങ്ങോട് എന്നൊരു കൺട്രോളിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നത്. പിന്നെ അവിടുന്ന് മലയാളത്തിൽ ഏറ്റവും സൂപ്പർ ആയ കെ ആർ ഷൺമുഖം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി. ഞാനത് കുറേ വർഷങ്ങൾ ഉണ്ടായി. ഒരു 150-ലധികം മേലെ സിനിമ മലയാള സിനിമ ചെയ്തു. പിന്നെ തെലുങ്ക് ചെയ്തിരുന്നു, തമിഴ് ചെയ്തിരുന്നു. അതല്ല, സിനിമ അല്ലാതെ വേറെ എന്തെങ്കിലും? മെഗാ സീരിയൽ ചെയ്തിരുന്നു. പിന്നെ വലയം, ശ്രീജന്മം, ഡിറ്റക്റ്റീവ് എന്നീ മെഗാ സീരിയൽ ചെയ്തിരുന്നു. പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ വർക്ക് ചെയ്തിരുന്നു. ഇതിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിരുന്നു. ഷോർട്ട് ഫിലിം ഏത്? ഇവിടെ നാട്ടിലുള്ള രാജനാഥാപുരം എന്നുള്ള ഡയറക്ടർ കുറേ ഷോർട്ട് ഫിലിമുകൾ വർക്ക് ചെയ്തു, കുറേ വർക്ക് ചെയ്തു. പിന്നെ ഈ തച്ചോദ്യോധൻ എന്നുള്ള മെഗാ സീരിയൽ വർക്ക് ചെയ്തിരുന്നു. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും കൗതുകം ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ മരിച്ചുപോയ ശ്രീനിവാസന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ സിനിമാ അനുഭവം ഒന്ന് പങ്കുവെക്കാൻ പറ്റും? ശ്രീനേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ശ്രീനേട്ടൻ നല്ലൊരു ഡയറക്ടർ, നല്ല നടൻ, നല്ലൊരു സ്വഭാവ ഗുണമുള്ള ഒരാളാണ്. നല്ല അയാളെ കൊണ്ട് മോശം പറയാനൊന്നുമില്ല. ജീവിതത്തിൽ ശ്രീനേട്ടൻ വ്യക്തിപരമായും നമുക്ക് നല്ലൊരു വ്യക്തിത്വമായിരുന്നു പല കാര്യങ്ങളിലും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തു, മമ്മൂട്ടിയുടെ വർക്ക്, മലയാളത്തിലെ മിക്ക ആൾക്കാരോടും വർക്ക് ചെയ്തു. ശ്രീനേട്ട് പൊതുവെ ഇത് കാണും പോലെയാണോ, അല്ല സിനിമയെ കാണും പോലെയാണോ, അല്ല കോമഡിയൊക്കെ തന്നെയാണോ? സംസാരത്തിലും അങ്ങനെ തന്നെയാണോ? സംസാരത്തിൽ ഗൗരവമുള്ള കോമഡിയാണ്. സംസാരത്തിൽ അത് ഒരു ഗൗരവത്തിൽ ഉള്ള കോമഡി പറയുന്നുണ്ട്. എന്നാൽ അതിലൊരു ഗൗരവം വെച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളെ അനുഭവമാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്കിടെ അനുഭവം, നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ അവർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ഗൗരവം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. നിങ്ങൾ പിന്നെ ശ്രീനിവാസന്റെ കൂടെ എത്ര പടങ്ങൾ ചെയ്തു? ശ്രീനിവാസന്റെ കൂടെ 7 പടത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി. അതുപോലെ മമ്മൂക്കാന്റെ കൂടെ ഒരു 10-19 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അടിമോള ഉടമ്പോള് മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെയും അതേ അടിമോള ഉടമ്പൂരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോ കാണും പോലെ എല്ലാവരും പറയുന്നതായിട്ട് ഭയങ്കര ജാടയാണ്, കർക്കശ സ്വഭാവക്കാരനെന്നൊക്കെ പറയുന്നത്, എന്താണ് നിങ്ങളെ അനുഭവത്തിൽ? എന്റെ അനുഭവത്തിൽ പറയുന്നത്, അയാളെ ജാട കാണിച്ചിട്ട് അയാളെ നുള്ളിപ്പെറുക്കി തിന്നാണ് ആൾക്കാർ. അതിൻ്റെതായ ജാട എടുത്തുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ മമ്മൂക്കല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് കുറേ ഉണ്ടായി. ഇപ്പം വളരെ സുഹൃത്തായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ലാലേട്ടനോ? നല്ലൊരു വ്യക്തിയാണ്. നമുക്ക് എന്ത് തുറന്ന് പറയാ. അങ്ങനെ ഒരു ആളാ. എത്ര പടം ചെയ്തു ലാലേട്ടന്റെ കൂടെ? ലാലേട്ടൻ ഒരു 9-10 പടത്തോളം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കന്റെ കൂടെയാണോ ലാലേട്ടന്റെ കൂടെയാണോ കൂടുതൽ പടം? ലാലേട്ടൻ്റെ കൂടെ. പിന്നെ ജയറാമിന്റെ കൂടെ വർക്ക് ചെയ്ത്, മുകേഷ്, ദിലീപ് എല്ലാവരും വർക്ക് ചെയ്തത്. അത് നിങ്ങൾ കണ്ട് പിന്നെ ഷൺമുഖൻ സാറിന്റെ കൂടെയാണ് ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നൊക്കെ. ഷൺമുഖന്റെ കൂടെയാണ് കൂടുതൽ പടം അല്ലെ? പെരിങ്ങോടിന്റെ കൂടെ? ഷൺമുഖന്റെ കൂടെ. പെരിങ്ങോടിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ കൺട്രോൾ എക്സിക്യൂട്ടീവ് മാനേജറിന്റെ ഉള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യുന്നു. പെരിങ്ങോണ്ടോട് ആര്യനൊക്കെ ഞാൻ പെരിങ്ങോണ്ടൂടെ വർക്ക് ചെയ്ത്. ആര്യൻ പെരുകൊണ്ടാവത്തെ വിശേഷം, അടിമോൾ ഉടമ്പളൊക്കെ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ആധാർ എന്നുള്ള സിനിമയ്ക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് വേറെ വർക്കിന് പോകേണ്ടതുകൊണ്ട് ചെയ്തില്ല. പിന്നെ സത്യനന്ദിക്കാടിന്റെ കൂടെ നിരവധി വർക്ക് ചെയ്തു. സത്യനാട്ടിന്റെ കൂടെ വരവേൽപ്പ് മുതൽ നിരവധി വർക്ക് സത്യനാട്ടിന്റെ കൂടെ ചെയ്തിരുന്നു. പിന്നെ വെജിബേരിക്കോട്ട് കൂടെയുള്ളപ്പോൾ ഞാൻ തെലുങ്ക് ചെയ്തത്. മഗാഡു എന്ന തെലുങ്ക് പടം, 3-ാം മുറ എന്ന സിനിമ മലയാളത്തിന്റെ തെലുങ്ക്. പിന്നെ അടുത്ത കാലത്തായി ചെയ്തത് കൊറോണ സമയത്ത് മുമ്പ് എങ്കൈനാനിരുന്നുള്ള പടം, തമിഴ് പടം. അപ്പോൾ നമ്മളോടിപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ സഹദേവൻ വടകര പറഞ്ഞു. സിനിമാ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ 35 വർഷത്തോളമായി അദ്ദേഹം നമ്മൾ മലയാള സിനിമയിൽ വർക്ക് ചെയ്ത ആളാണ്. സീരിയൽ, അതേപോലെ ഷോർട്ട് ഫിലിം, വടകരയുള്ള രാജനാഥാപുരത്തിൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ കുറേ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും സഹദേവേട്ടനുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.